ഹലോ. മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പതിവിലും നേരത്തെയാണ് ഇപ്രാവശ്യം കാലവർഷം എത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ മഴക്കാലത്തേക്കുള്ള യാത്ര കൂടി പ്ലാൻ ചെയ്യണമല്ലോ. മഴക്കാലം ആകുമ്പോൾ മഴക്കാല യാത്രകൾ, വേനലാകുമ്പം അതിന് പറ്റിയ യാത്രകൾ, ഇനി വിൻ്റർ ആണെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള യാത്രകളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ കാലാവസ്ഥക്കനുസരിച്ച് നമുക്ക് ഏത് സമയത്തും യാത്രകൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം കേരളത്തിൽ മഴക്കാലത്ത് യാത്ര ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ, അതായത് ഡിസ്ട്രിക്റ്റ് വൈസ് ഓരോ ജില്ലകളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ നമുക്ക് മഴക്കാലത്ത് സ്പെഷ്യലായിട്ട്, എല്ലാ സമയത്തും പോകാൻ പറ്റും, പക്ഷേ മഴക്കാലത്ത് സ്പെഷ്യലായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്കതിൻ്റെ ഫുൾ വൈബിൽ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഓരോ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാണ്. അപ്പം ഇന്ന് അതിൻ്റെ തുടക്കം നമ്മൾ ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയുടെ മഴക്കാല സ്പെഷ്യൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്താണ് സന്ദർശിക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് റാണിപുരം എന്ന് കേട്ടിട്ടുണ്ടാവും. ഒരു കാലത്ത് മാടത്തുമല എന്നറിയപ്പെട്ടിരുന്നൊരു സ്ഥലമാണ് റാണിപുരം. കോട്ടയംകാർ കുടിയേറിപ്പാർത്ത സ്ഥലമാണെന്നും പിന്നീട് അവർ കന്യാമറിയത്തോടുള്ള ഒരു ആദരസൂചകമായിട്ടാണ് റാണിപുരം എന്നുള്ള പേര് ഇട്ടത് എന്നുള്ളതൊക്കെയാണ് ചരിത്രം. ഇന്ന് റാണിപുരം വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും മറാഠികളാണ് താമസിക്കുന്നത് എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. 8 മണിക്കാണ് ഈ ഒരു റാണിപുരം ഓപ്പൺ ആവുന്നത്. 8 മണിക്ക് ഓപ്പൺ ആവുന്ന റാണിപുരം വളരെ വലിയ മഴക്കുണ്ടാകുന്ന സമയത്ത്, ശക്തമായ മഴ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിടുന്ന സമയത്ത് റാണിപുരവും അടച്ചിടാറുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഡെൻസ് ഫോറസ്റ്റുകളും ഇടയ്ക്ക് നല്ല വിശാലമായ പുൽമേടുകളൊക്കെ ആയിട്ട് വരുന്ന ട്രക്കിങ്, അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. കേരളത്തിൻ്റെ ഊട്ടി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. പക്ഷേ വേറെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ആ ഒരു ഹിൽ സ്റ്റേഷൻ അതുപോലെ അവിടേക്കുള്ള ട്രക്കിങ്, അത് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 1048 അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ ഒരു സ്ഥലം പക്ഷികളുടെ ഒരു പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകരുടെ ഒരു പ്രധാനപ്പെട്ട താവളം കൂടിയാണ് റാണിപുരം എന്ന് പറയുന്നത്. വേനൽക്കാലത്താണെങ്കിലോ ആനകളുടെ ഒരു വിഹര കേന്ദ്രമാണ് ഈ റാണിപുരം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല കുറച്ച് മുന്നായിട്ട് അവിടെ ഒരു പുലിയെ കൂടി സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റാണിപുരത്തേക്ക് ബസ്സുകൾ അവൈലബിൾ ആണ്. KSRTC ബസ്സിൻ്റെ സർവീസുകളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യം അത്ര ഉറപ്പില്ല. ഏതായാലും KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതല്ലാണ്ടെങ്കിൽ നിങ്ങൾ പനത്തടി, നിങ്ങളിപ്പോൾ മെയിൻ റോഡിൽ പോകുകയാണെങ്കിൽ പനത്തടി എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ നിന്ന് ഒരു ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ജീപ്പ് സർവീസുകൾ അവൈലബിൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് റാണിപുരം. അപ്പോൾ അവിടെ നിന്ന് ഒരു ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് റാണിപുരത്ത് എത്താൻ പറ്റും. അപ്പം കാസർഗോഡ് ജില്ലയെ പറ്റി പറയുമ്പോൾ നമുക്ക് മഴക്കാലം സ്പെഷ്യലായിട്ട് പറയാനുള്ളത് റാണിപുരം തന്നെയാണ്. ഇനി നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പോകാം. കണ്ണൂർ ജില്ലയെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ ഓർക്കുന്നത് പൈതൽ മലയാണ്. സമുദ്രനിരപ്പിൽ ഏകദേശം 4500 അടി ഉയരത്തിലാണ് റാണിപുരം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ കുടികൊള്ളുന്ന ഈ ഒരു മല, ഈ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് 65 കിലോമീറ്ററാണ് കണ്ണൂർ ടൗണിൽ നിന്നും ഉള്ളത്. മാത്രമല്ല വലിയ ഡെൻസ് ഫോറസ്റ്റുകളുടെ ഇടയ്ക്കൊക്കെയാണ് നമുക്ക് ട്രെക്കിങ്ങിൻ്റെ ചില ഭാഗങ്ങൾ വരുന്നത്. ആ സമയത്ത് തന്നെ അട്ടകൾക്കൊന്നും ഇവിടെ ഒരു കമ്മിയില്ല. അട്ടകൾ അതുപോലെ തന്നെ ഇടയ്ക്ക് ആനകൾ വരെ സ്പോട്ട് ചെയ്യാറുണ്ട് ട്രെക്കിങ്ങിൻ്റെ ഇടയ്ക്ക്. പ്രശ്നങ്ങളൊന്നുമില്ല. ആവശ്യമായുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെക്കിംഗ് ആണ് നമുക്ക് ഈ ഒരു പൈതൽ മല ട്രെക്കിംഗ്. മൊബൈൽ നെറ്റ്വർക്കായിട്ട് BSNL മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു സ്ഥലം നമ്മൾ പറയുന്നത് പാലക്കയം തട്ട്. വെറും 4 കിലോമീറ്റർ മാത്രമാണ് പൈതൽ മലയിൽ നിന്നും പാലക്കയം തട്ടിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. ട്രക്കിങ്ങിൻ്റെ കൂടെ തന്നെ ചെറിയ ടെൻറ്റ് ക്യാമ്പിങ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിപ്പ് ലൈന്, റോപ്പ് ക്രോസ്, അങ്ങനത്തെ ചില അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കൂടി ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു സ്പോട്ട് പറയുകയാണെങ്കിൽ പൈതൽമല വാലിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ പേര് പോലെ തന്നെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഏഴരക്കുണ്ട്, 7.5 പിറ്റ്സ് എന്നാണ് ആ ഒരു ഇതിൻ്റെ, നമുക്ക് മലയാളത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഏഴര കുണ്ടുകൾ, 7 കുഴികൾ എന്നുള്ള രീതിയിലാണ് ആ ഒരു വേർഡ് വരുന്നത്. സംഭവം എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് 7 ചെറിയ ചെറിയ കുഴികളായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഡിസൈൻ എന്നുള്ളത് നമ്മൾ പ്രത്യേകം നമുക്ക് കാണാൻ പറ്റും പോയി കഴിഞ്ഞാൽ. ഈ ഒരു 7 കുണ്ടുകളും അല്ലെങ്കിൽ 7 കുഴികളും വ്യത്യസ്തമായിട്ടുള്ള സൈസുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കുഴികളാണ്. അതിലൊക്കെ മിക്കവാറും മഴക്കാലം മുഴുവനായിട്ടും അതിൽ ഏകദേശം വെള്ളം ഉണ്ടാവും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ പോലും കംപ്ലീറ്റ് ആയിട്ടല്ല എങ്കിലും പല കുഴികളിലും നിറച്ചും വെള്ളം ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. താഴ്ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബേസിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 2 കിലോമീറ്റർ ട്രെക്ക് ചെയ്താൽ മാത്രമാണ് മെയിൻ വാട്ടർഫാൾസിലേക്ക് എത്താൻ പറ്റുക. അതായത് ആ ഒരു 7 വാട്ടർഫാൾസിലെ അല്ലെങ്കിൽ 7 ആ ഒരു നമ്മൾ പറഞ്ഞ തട്ട് പറഞ്ഞില്ലേ, ആ തട്ടിൽ ഏറ്റവും ടാളസ്റ്റ് വാട്ടർഫാൾസിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം. 100 രൂപയാണ് ഒരാൾക്ക് ഇവിടേക്ക് വരുന്ന എൻട്രി ഫീസ് എന്ന് പറയുന്നത്. മാത്രമല്ല 51 കിലോമീറ്റർ പോകുന്ന 51 കിലോമീറ്റർ ആണ് കണ്ണൂരിൽ നിന്നുള്ളത്. കണ്ണൂർ ടൗണിൽ നിന്ന് നിങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് എന്തായാലും അവസാനം കിട്ടാൻ പോകുന്നത്.
ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മൾ കാസർഗോഡ് ആൻഡ് കണ്ണൂർ ഈ 2 ജില്ലകളുടെ ഒരു മഴക്കാല സ്പെഷ്യൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങൾ കഴിയുന്നതും നമ്മുടെ ഈ ഒരു മഴക്കാല സീസണിൽ, അല്ലെങ്കിൽ മഴ കഴിയുന്നതോട് കൂടിയിട്ടുള്ള ടൈം ഉണ്ടല്ലോ, നമ്മളൊരു വസന്തകാലം എന്നൊക്കെ പറയുന്ന ഒരു സമയം, ആ സമയത്തെങ്കിലും നിങ്ങൾ ഈ ഒരു യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുക. കുറച്ച് കഴിയുന്നതോട് കൂടി പിന്നെ ഇതൊക്കെ നമുക്കറിയാം വേനലൊക്കെ വന്ന്, വേനലിൻ്റെ സമയമാകുന്നതോട് കൂടി ഇതൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങും. ഈ ഒരു സ്പോട്ടുകളൊക്കെ വെള്ളം കുറയും, വാട്ടർഫാൾസിൽ. അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷനുകളിലൊക്കെ പുല്ലുകളൊക്കെ ഒരു ഭംഗിയൊക്കെ കുറയും. ഏതായാലും നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ മാക്സിമം ഈ ഒരു സമയത്തേക്ക് തന്നെ പ്ലാൻ ചെയ്യുക. ഇനി അടുത്ത ജില്ലകളിലെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.